ഹലോ ഫ്രണ്ട്സ്, ബീഫിൻ്റെ എല്ല് നേന്ത്രക്കായിട്ട് കഴിച്ചിട്ടുണ്ടോ? കഴിക്കാത്തവർക്കായിട്ട് അത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതിനായി ആദ്യം നമ്മൾ തക്കാളി സബോളയൊക്കെ അരിഞ്ഞു വെക്കണം. അതിനുശേഷം നമ്മൾ ഈ കഴുകി വെച്ച എല്ലിലോട്ട് ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ തിരുമ്പി എടുക്കണം. ആ തിരുമ്പി കൂട്ടി മിക്സ് ചെയ്തെടുക്കണേനാണ് അതിൻ്റെ ഒരു ഗുട്ടൻസ് കിടക്കണേ കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നുറുക്കി വെച്ച സബോളയും തക്കാളിയും കൂടിയിട്ട് അതിലോട്ട് ഇടുകയാണ്. പിന്നെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒക്കെ അതിൽ തട്ട് തന്നെ. എന്നിട്ട് അത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. എല്ല് നന്നായി വേവുന്നത് വരെ ഒരു 5-6 അടി അടിച്ച് എടുത്തോളൂ. കാരണം എന്തായാലും ഇത് വെന്ത് ചെയ്യൊന്നുമില്ല. അപ്പോൾ 5-10 അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മളത് വേവാത്ത കാരണം ഒന്നും കൂടി അത് കുക്കറിൽ അടിക്കാൻ വെച്ചു. അതിനുശേഷം നമ്മൾ അതിലോട്ട് കായ ആഡ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പൊടികളും മസാലയൊക്കെ നമുക്ക് ഇടാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ബീഫ് എല്ലും നേന്ത്രക്കായും റെഡിയായി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ചോറിൻ്റെ കൂടെയും അല്ലാണ്ടൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ.